കാനഡയിലെ 10 പ്രവിശ്യകളിലൊന്നാണ് ക്യൂബെക്. ക്യൂബെക്കിൽ പുതിയ ഒരു നിയമം വന്നിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്നാണ് പുറത്തുവരുന്നത്. ഭാര്യ, ഭർത്താവ്, പങ്കാളി, പ്രായപൂർത്തിയായ കുട്ടികൾ എന്നിവരെ സ്പോൺസർ ചെയ്യുന്ന അപേക്ഷകളാണ് നിർത്തിവെക്കുന്നത്. 2026 ജൂൺ 25 വരെയാണ് നിർത്തിവെക്കുന്നത്. കുടുംബ പുനരേകീകരണ പദ്ധതി പ്രകാരമുള്ള അപേക്ഷകളുടെ എണ്ണം പരിധി കവിഞ്ഞതിനാലാണ് ഈ തീരുമാനം. പുതിയതായി അപേക്ഷ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. മിനിസ്ട്രി ഓഫ് ഇമിഗ്രേഷൻ, ഫ്രാൻസിസേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ പുറത്തിറക്കിയ അറിയിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അടുത്ത അപേക്ഷ സ്വീകരിക്കുന്ന തീയതി വരെ ചില വിഭാഗങ്ങളിൽ അപേക്ഷകൾ സ്വീകരിക്കില്ലെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. 2025 ജൂലൈ 9 വരെ 13,000 കുടുംബ സ്പോൺസർഷിപ്പ് അപേക്ഷകൾ ലഭിച്ചു എന്ന് MIFI സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫാമിലി റീയൂണിഫിക്കേഷൻ പ്രോഗ്രാം അനുസരിച്ചാണ് ഇത്രയും അപേക്ഷകൾ ലഭിച്ചത്. ഇതിൽ 10,400 എണ്ണം ഭാര്യ, ഭർത്താവ്, പങ്കാളി, പ്രായപൂർത്തിയായ കുട്ടികൾ എന്നിവരെ സ്പോൺസർ ചെയ്യാനുള്ള അപേക്ഷകളായിരുന്നു. ബാക്കി 2,600 എണ്ണം മാതാപിതാക്കൾ, മുത്തശ്ശി, മുത്തശ്ശന്മാർ, മറ്റ് ബന്ധുക്കൾ എന്നിവരെ സ്പോൺസർ ചെയ്യാനുള്ള അപേക്ഷകളാണ്. ആദ്യം വരുന്ന അപേക്ഷകൾക്ക് ആദ്യ പരിഗണന എന്ന രീതിയിലാണ് അപേക്ഷകൾ സ്വീകരിച്ചത്. ഇനി ആരെങ്കിലും ഈ വിഭാഗത്തിൽ സ്പോൺസർഷിപ്പിന് അപേക്ഷിച്ചാൽ അടുത്ത അപേക്ഷ സ്വീകരിക്കുന്ന തീയതിയായ 2026 ജൂൺ 25 വരെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ ക്യൂബെക്കിലാണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയോ പ്രായപൂർത്തിയായ കുട്ടിയെയോ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ താൽക്കാലിക നിർത്തിവെക്കൽ നിങ്ങളുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തും. ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം 2025 ജൂലൈ 9 ശേഷം സമർപ്പിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. അപേക്ഷകൾ നടപടികളില്ലാതെ തന്നെ തിരിച്ചയക്കും. ഈ താൽക്കാലിക വിലക്ക് ചില വിഭാഗങ്ങൾക്ക് ബാധകമല്ല. അവർക്ക് സ്പോൺസർഷിപ്പിന് അപേക്ഷിക്കാം. ആർക്കൊക്കെയാണ് ഈ ഇളവുകൾ ലഭിക്കുക എന്ന് നോക്കാം. 18 വയസ്സിന് താഴെയുള്ള അവിവാഹിതരായ കുട്ടികൾ, ദത്തെടുക്കുന്ന കുട്ടികൾ, അനാഥരായ കുട്ടികൾ, വൈകല്യമുള്ള പ്രായപൂർത്തിയായ കുട്ടികൾ, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫാമിലി സ്പോൺസർഷിപ്പ് അപേക്ഷയിൽ കൂട്ടിച്ചേർക്കുന്ന ആശ്രിതർ. ഈ ഇളവുകൾ ദുർബലരായ കുടുംബങ്ങളുടെ സംരക്ഷണവും ഒത്തുചേരലും ഉറപ്പാക്കുന്നുവെന്നാണ് അധികാരികൾ പറയുന്നത്. പുതിയ നിയന്ത്രണങ്ങൾക്കിടയിലും അവർക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കും. എന്തുകൊണ്ടാണ് താൽക്കാലികമായി നിർത്തിവെക്കുന്നതെന്ന് നോക്കാം. ട്രാവൽ ബിസ് പറയുന്നതനുസരിച്ച് MIFI ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഈ നടപടി പ്രോസസ്സിംഗ് ശേഷി കൈകാര്യം ചെയ്യാൻ മാത്രമല്ല, പ്രവിശ്യയിലെ ഭവന സമ്മർദ്ദം പരിഹരിക്കാൻ കൂടിയാണ്. പുതിയ ആളുകളെ താമസിപ്പിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും ക്യൂബെക്കിന് കഴിയണം. അതിനനുസരിച്ച് മാത്രമേ കുടിയേറ്റം അനുവദിക്കാനാവൂ. പ്രത്യേകിച്ച് ഭവന നിർമ്മാണവും പൊതുസേവനങ്ങളും നൽകുന്നതിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രവിശ്യയിൽ പ്രധാന നഗരങ്ങളായ മോൺട്രിയയിലെ വാടക വർധനവും വീടുകളുടെ ദൗർബല്യവുമുണ്ട്. ഇത് നയപരമായ കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാൻ അപേക്ഷ സ്വീകരിക്കുന്ന അടുത്ത സമയം വരെ കാത്തിരിക്കുകയേ ഇനി നിവൃത്തിയുള്ളൂ. എന്നാൽ ഇതിനു മുമ്പ് അപേക്ഷിച്ചവർക്കും ഇളവുള്ള വിഭാഗങ്ങളിൽ പെടുന്നവർക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം. എല്ലാ അപേക്ഷകരും MIFIയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ലൈസൻസ് ഉള്ള ഇമിഗ്രേഷൻ പ്രൊഫഷണൽസുമായി ആലോചിക്കുക. 2026 അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആവശ്യമായ രേഖകൾ തയ്യാറാക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.